ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് പരിശുദ്ധമായ ഹറമിൻ്റെ സഫ മർവ എന്ന് പറയുന്ന ആ രണ്ട് മലകൾ ഇന്ന് ആ പള്ളിയാക്കി മാറ്റിയതാണത്. അതിൻ്റെ ഒരു ഭാഗം ഈ കാണുന്ന ഈ മൂലയാണ് സഫ. അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ നടന്ന് ആ മൂലയിൽ കാണുന്ന അവിടെയാണ് മർവ ഉള്ളത്. അപ്പോൾ നമ്മളെ ഹജ്ജിൻ്റെ ഉംറയുടെ കർമ്മങ്ങളിൽപ്പെട്ട സഴി നടക്കുന്നത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. ഈ സഫയിൽ നിന്ന് മറവയിലേക്ക് ഒരു വട്ടവും മറവയിൽ നിന്ന് സഫയിലേക്ക് വീണ്ടും ഒരു വട്ടവും അങ്ങനെ 7 വട്ടം നടക്കുമ്പോൾ അവിടെ എത്തും. അതാണ് ഒരു സഴി ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ 7 വട്ടം നടക്കുന്ന ഈ സഴി നടക്കുന്ന സ്ഥലമാണിത്. അന്ന് ഇതൊരു മലയായിരുന്നു. ഇന്നിപ്പോൾ ചെറിയൊരു മലയായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല, കാരണം അത്രയും മണ്ണിട്ടൊക്കെ പൊതിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. ഈ സഫയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഇവിടെ ഇത് ജബൽ ഖുബൈസ് ആണ്. ഈ കാണുന്ന ഈ ബിൽഡിങ്ങൊക്കെ ഉള്ളത് ജബൽ ഖുബൈസ് വളരെ വിശദമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ജബൽ ഖുബൈസിൻ്റെയും ഈ സഫാ മലയുടെയും ഇടയിൽ ഉള്ള ആ ഒരു പാലം കണ്ടില്ലേ, ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി രഹസ്യ പ്രബോധനം നടത്തിയിരുന്ന മഹാനായ അർഖം ബിൻ അബുൽ അർഖമിൻ്റെ വീടുണ്ടായിരുന്നത് ആ ഒരു പ്രദേശത്തായിരുന്നു. അഥവാ 3 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ പ്രബോധനമായിരുന്നു. ആ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ മഹാനായ അർഖം ബിൻ അബുൽ അർഖമിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു വിശ്വാസികൾക്ക് വേണ്ട കർമ്മങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധ ദീനിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിരുന്ന സ്ഥലം. അഥവാ അവിടെ ദർസ് നടത്തിയിരുന്നത്, പ്രവാചകർ ദർസ് നടത്തിയിരുന്നത് അർഖം ബിൻ അബുൽ അർഖമിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അത് ഏകദേശം ഈ ഒരു സ്ഥലത്താണ് അർഖം ബിൻ അബുൽ അർഖമിൻ്റെ വീടുണ്ടായിരുന്നത്. ഇന്നതെല്ലാം ഹറമിൻ്റെ വികസന പ്രവർത്തനവുമായി കാരണമായി അതെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ശരിക്ക് നമ്മൾക്ക് സംരക്ഷിക്കേണ്ട ഒരു കേന്ദ്രമായിരുന്നു. കാരണം മഹാനായ ഉമർ ബിനുൽ ഖത്താബിനെ പോലെയുള്ളവരൊക്കെ വിശ്വാസിയാകുന്നത് തന്നെ ആ അർഖം ബിൻ അബുൽ അർഖമിൻ്റെ ആ വീട്ടിൽ വെച്ചാണ്. അതുപോലെ തന്നെ മഹാനവർകൾ വീട്ടിൽ എന്തായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ, മഹാനവർകൾ ഖുറൈശിയല്ലായിരുന്നു. ഖുറൈശിയല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അബൂജഹലിൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മഹാനായ അർഖം ബിൻ അബുൽ അർഖം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അവല്ല ചെറുപ്പക്കാരനായ ഒരാളായിരുന്നു. ഏകദേശം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം 20 വയസ്സ് മാത്രമാണ് 20 വയസ്സോളമാണ് പ്രായമുള്ളത്. അത്രയും ചെറുപ്പക്കാരനായ ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ മഹാനവർകൾ ഇസ്ലാം വിശ്വസിച്ചപ്പോൾ രഹസ്യമായി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ തിരഞ്ഞെടുത്ത സ്ഥലം അർഖം ബിൻ അബുൽ അർഖമിൻ്റെ ഈ ഒരു വീട്ടിലായിരുന്നു. അതാണ് ദാറുൽ അർഖം എന്ന് പറയുന്നത്. അത് നിലനിന്നിരുന്ന സ്ഥലമാണ് ഇത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ചെറിയ വീഡിയോയുമായിട്ട് നമുക്ക് പരിശുദ്ധമായ ഹറമിൻ്റെ പല വിവരണങ്ങളുമായി നമുക്ക് മുന്നോട്ട് വരണം. അള്ളാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധമായ ഈ മസ്ജിദുൽ ഹറാമിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള കുറിച്ചൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.